നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അമരം പിടിക്കാൻ ആര്? ഉത്തരദേശത്തിന്റെ അമരക്കാരനെ ഇന്നറിയാം. BJP ചരിത്രജയം നേടിയ UP-യിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ആലോചനയുമായി പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗം വൈകിട്ട് ഡൽഹിയിൽ. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യയുടെ പേരിന് മുൻതൂക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് നിർണായക യോഗം. ഉത്തർപ്രദേശിൽ BJP തൂത്തുവാരിയെടുത്ത വമ്പൻ ജയത്തിൽ നേടിയത് 403-ൽ 312 സീറ്റിന്റെ റെക്കോർഡ്. UP-യുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്ക് 300 സീറ്റ് കടക്കുന്നത് ഇതാദ്യം. രണ്ട് സഖ്യകക്ഷികൾക്ക് ലഭിച്ച 13 സീറ്റ് കൂടി ചേർത്താൽ BJP സഖ്യം സ്വന്തമാക്കിയത് 325 എന്ന മാന്ത്രിക ജയം. മോദി പ്രഭാവത്തിൽ കടപുഴകിയ സമാജ്വാദി കോൺഗ്രസ് സഖ്യം തൂത്തെറിയപ്പെട്ടത് വെറും 54 സീറ്റിലേക്ക്. 2012-ൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഭരണം പിടിച്ച SP-ക്ക് 224-ൽ നിന്ന് 48 സീറ്റിലേക്ക് നാണം കെട്ട തകർച്ച. കോൺഗ്രസിന്റെ പാതാള വീഴ്ച മുൻ തെരഞ്ഞെടുപ്പിലെ 28 സീറ്റിൽ നിന്ന് കൈവിരലിൽ എണ്ണാവുന്ന 7-ലേക്ക്. അണിയറയിലെ വിലപേശൽ. ഭരണം പിടിക്കാൻ ആർക്കും ഭൂരിപക്ഷം നൽകാഞ്ഞ മണിപ്പൂരിലും ഗോവയിലും സർക്കാരുണ്ടാക്കാൻ അണിയറ നീക്കവുമായി കോൺഗ്രസും BJP-യും. രണ്ടിടത്തും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും മണിപ്പൂരിൽ കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റിന്റെയും ഗോവയിൽ 4 സീറ്റിന്റെയും കുറവ്. മണിപ്പൂരിൽ ഭരണം പിടിക്കാൻ 3 സീറ്റ് വീതമുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും നാഗ പീപ്പിൾസ് ഫ്രണ്ടിനെയും പാട്ടിലാക്കാൻ തന്ത്രമൊരുക്കി കോൺഗ്രസും BJP-യും. 1 സീറ്റ് പോലും ഇല്ലാതിരുന്ന മണിപ്പൂരിൽ BJP ഒറ്റയടിക്ക് നേടിയത് 21 സീറ്റുകൾ. രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്ന് ഡൽഹിയിൽ ചേരുന്ന പാർട്ടി യോഗത്തിൽ. 17 സീറ്റുമായി ഗോവയിൽ വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസിനെ പിന്തള്ളി ഭരണം പിടിക്കാൻ BJP തേടുന്നത് 8 അധിക സീറ്റുകൾ. സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാവുക 3 സീറ്റ് വീതം നേടിയ MGP, GFP കക്ഷികളുടെ നിലപാടും 3 സ്വതന്ത്രരുടെ പിന്തുണയും. ഗോവയിൽ BJPക്ക് നാണക്കേടായത് മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി. തന്ത്രങ്ങളുടെ രാജശില്പി. ഉത്തരദേശത്തെ അശ്വമേധത്തിൽ അജയ്യനായി നരേന്ദ്രമോദിയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പെരുന്തച്ഛനായി പാർട്ടി അധ്യക്ഷൻ അമിത് ഷായും. UP-യും ഉത്തരാഖണ്ഡും പിടിക്കാൻ BJPക്ക് കെൽപ്പ് നൽകിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ അമ്പരന്ന് കോൺഗ്രസും മറ്റു കക്ഷികളും. എക്കാലവും ജാതി രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ ഉത്തർപ്രദേശിൽ അമിത് ഷാ പയറ്റിയത് അതേ തന്ത്രം. പിന്നാക്ക ജാതിയിൽ മുലായവും മായാവതിയും തഴഞ്ഞ ചെറു വിഭാഗങ്ങളെ കോർത്തിണക്കി ഷാ രൂപം നൽകിയ തന്ത്രത്തിന് സമ്പൂർണ്ണ ജയം. ചരിത്ര ജയം ഉറപ്പിക്കാൻ UP-യിൽ ഷാ കൂട്ടുപിടിച്ചത് യാദവ സമുദായത്തിന് പുറത്തെ പിന്നാക്കക്കാരെയും ദളിതരെയും. ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിയുടെ പ്രചരണ യോഗങ്ങൾക്കും റോഡ് ഷോകൾക്കും തിരക്കഥ ഒരുക്കിയത് അമിത് ഷാ ഒറ്റയ്ക്ക്. മോദിയുടെ പ്രസംഗത്തിന് സ്ഥലങ്ങൾ നിശ്ചയിച്ചതിലും പ്രചരണ വിഷയം തീരുമാനിച്ചതിലും പുലർത്തിയത് അസാമാന്യ പാടവം. മോദിയുടെ പ്രഭാവത്തെ വോട്ടാക്കിയ തന്ത്രങ്ങളിൽ ഷായ്ക്ക് പാർട്ടിയുടെ കയ്യടി. ശരി തേടുന്ന സമവാക്യം. UP-യിലെയും ഉത്തരാഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിൽ കേരള വിഷയങ്ങൾ മാറ്റിവെച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. സുധീരന്റെ രാജി സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിൽ അനന്തര നടപടികൾ വരും ദിവസങ്ങളിൽ. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് സോണിയ ഇന്ന് തിരിച്ചെത്തുന്നതോടെ ചർച്ചകൾ മുറുകും. വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾക്ക് താൽക്കാലിക അധ്യക്ഷ പദവി നൽകുന്നെങ്കിൽ മുൻതൂക്കം MM ഹസന്റെ പേരിനെന്ന് സൂചന. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ ഹസന് ചുമതല നൽകിയാൽ സമവാക്യം കൃത്യമാകും. എന്നാൽ രാഹുലിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ VD സതീശനും നറുക്കിന് സാധ്യത. അതേസമയം ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ പ്രഥമ പരിഗണന മണിപ്പൂർ, ഗോവ വിഷയങ്ങൾക്കാകും. രണ്ടിടത്തും കൂടുതൽ സീറ്റ് നേടിയെങ്കിലും സർക്കാർ രൂപീകരണത്തിന് ചെറു കക്ഷികളുടെ പിന്തുണ വേണ്ടിവരും. പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച ഉണ്ടായേക്കും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.